ഇങ്ങനെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആപ്പിൾ നിന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഈ മാങ്ങ സീസണിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മാമ്പഴ പുളിശ്ശേരി തട്ടിക്കും. അതാട്ടോ 3 സെറ്റിലുള്ള മൂന്നാമത്തെ പാത്രം. ആദ്യം നമ്മൾ ദോശ ഉണ്ടാക്കിയത്, പിന്നെ ചട്നി ഉണ്ടാക്കിയത്, ഇപ്പം ലാസ്റ്റ് ഈ പാത്രം. ഇവർക്ക് 3 ആൾക്കും കൂടി പാഞ്ചാലിയുടെ കാര്യം പറഞ്ഞാൽ ഒറ്റ മൂടിയേ ഉള്ളൂ കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂടിയാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ മാങ്ങകളാട്ടോ. ശരിക്കും മാമ്പഴ പുളിശ്ശേരിക്ക് രസം നല്ല നാടൻ മാങ്ങയും നാടൻ ടേസ്റ്റിന് കിട്ടും. മാങ്ങൻ്റെ മണം കേട്ടിട്ട് എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഏതായാലും നീച്ച് വരുമ്പോഴേക്കും ഞാൻ ചട്ടിയിലാക്കട്ടെ, അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കില്ല. അങ്ങനെ നമ്മൾ മാങ്ങകളൊക്കെ ചട്ടിയിലായിട്ടുണ്ട്. കുറച്ച് മാത്രം വെള്ളം, ഒരു 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇപ്പം തന്നെ കൊടുക്കണ്ട. ഒരു 5 മിനിറ്റ് അവർ കടന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങ നല്ലോണം വറ്റിയിട്ട് വെന്തുണ്ട് കേട്ടോ. ഇനിക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതൊരു 2 മിനിറ്റ് കൂടി കടന്ന് വേവട്ടെ. അതിനുശേഷം നമ്മൾ തേങ്ങയ്ക്ക് തൈരും കുറച്ച് ജീരകവും ചേർത്ത് അരച്ചതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. മാങ്ങകളിങ്ങനെ വെന്ത് ഉടയണ്ട കേട്ടോ. ഉടയണം എന്നുള്ളവർക്ക് കുത്തി ഉടക്കാം. മാങ്ങകളിങ്ങനെ കിടക്കണ കാണാൻ രസമല്ലേ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വറവിടാം. വല്ലാണ്ട് തിളക്കണ്ട. അവിടെ ഇവിടെ 2-3 തിള വന്നു. ഇനി ഇത് വാങ്ങാം. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യിലും വന്നിട്ട് അത് വറവിടുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഇത്ര ഉള്ളു പണി. നമ്മൾ സിമ്പിളായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ. അപ്പം നല്ല മാങ്ങ സീസൺ അല്ലേ, അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ 20 മിനിറ്റ് അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരും.